അമ്പു വിട്ടു. ഇതിവരുടെ സഞ്ജീനെ കിട്ടിയ ചീട്ടാ. വരെ ഇതെന്താ നോക്ക്. അസിസ്റ്റന്റ് കളക്ടർ ബേബർ, കമ്പനിയുടെ ആള് തന്നെ. ഞാൻ പഴശ്ശി കേരളവർമ്മ, യുവർ എനിമി. തമ്പുരാന്റെ കൊട്ടാരം കുളം തോണ്ടിയപ്പോ 24 കാവൽക്കാരെയാണ് കമ്പനി പട്ടാളം കൊന്നത്. എന്ത് ചെയ്യണം? ചിറയിലിട്ട് പൂട്ടാം. അന്നവും വെള്ളം കൊടുക്കാതിരുന്നാ മതി. അതല്ല വേണ്ടത്. രണ്ടിന്റെ തല വെട്ടി ഒരു ചൂരൽ കൊട്ടലാക്കി വലിയ സാഹിബിന് അയച്ചു കൊടുക്കാം. കൽപ്പിച്ചാ മതി. ഒന്നും വേണ്ട. ഇവരിപ്പോ നമ്മുടെ അതിഥികളാണ്. സായിപ്പേ, ഞങ്ങൾക്കൊരു ചൊല്ലുണ്ട്, അതിഥി ദേവോ ഭവ. അണ്ടർസ്റ്റാൻഡ്? I think that means guests are to be treated as gods. ചന്തു, അടിയൻ സായിപ്പിന്റെ കാലിൽ മരുന്ന് വെച്ച് കെട്ടി വേണ്ടതൊക്കെ ചെയ്തോളൂ. നേരം സന്ധ്യാവാറായി. കാട്ടാനകൾ ഉള്ളതാണ്. പ്രഭാതത്തിൽ കണ്ണുകെട്ടി ചുരമിറക്കി വിട്ടേക്ക്. Is it poison? എന്താ ചോദിച്ചേ? വിഷമുണ്ടെന്നാ ചോദിക്കുന്നേ. അത് നിനക്കെങ്ങനെ മനസ്സിലായി? ഞാൻ ഊഹിച്ച്. വിഷമുള്ള അമ്പ് വേറെ ഉണ്ട്. കച്ചവടക്കാരെയൊക്കെ പട്ടാളം പേടിപ്പെടുത്തിയിട്ടുണ്ട്. അരി ഉപ്പും മുളകൊന്നും ഇനി അധികം വരില്ല. ഇക്കന്റെ ആളുകൾക്ക് ചോറും കൂട്ടാനും വിൽക്കാൻ അടുക്കളയിൽ നിങ്ങൾ ആകെ 10 ആളാ. തമ്പുരാനെ പിടിച്ച് പട്ടാളം സഹിക്കാണ്. വായിൽ വെക്കാൻ കൊള്ളില്ല നീ ഉണ്ടാക്കി തോന്നുന്നു. കിട്ടും. തീക്കുലിയാണ് എന്റെ കയ്യിൽ. Here we are at last. But it was a delightful adventure. Oh, here they come. Gentlemen, meet my fiancée, Dora. Charming. Pleased to meet you. The pleasure is all mine. Hello, thank you. Please. Shall we begin? So, you met Parasi? Yes, we were his guests. Guests! You had guns and porters. You could have taken him in. He is a gentleman, not a wild man as you had said. Quiet, Dora. Pardon me? What was that? Nothing. He has killed hundreds of our men. And how many men were killed by your soldiers on his side? Don't ask silly questions, darling. This is war. Do you remember the place? It will be difficult to find him in a dense forest. Ha! We shall take a regiment to the forest and hunt him down this instant.
അതല്ല വഴി, ഇതാണ് വഴി. ഇങ്ങോട്ട് വാ. Sir, they are going wrong way. Stop them! Those are bloody weapons! Shoot them! They may be among the rebels! Come on! They're getting away with our rifles! വെടിമരുന്നുകൾ നനവില്ലാത്തടത്ത് സൂക്ഷിക്കണം. ഓ, കുറെ തോക്കുകൾ കൂടെ കിട്ടിയത് ഏതായാലും നന്നായി. തലശ്ശേരി ഫാക്ടറി ആഫീസിൽ വായിച്ച് ഡങ്കൺ സാഹിബിന്റെയോ മക്ലിയോഡ് സാഹിബിന്റെയോ സമക്ഷത്തിലെത്തിക്കാൻ. ഈ വയനാട്ടിൽ നിന്നും നിങ്ങൾക്ക് ജീവനോടെ തിരിച്ചു പോകണമെങ്കിൽ കമ്പനി പട്ടാളക്കാരും സേവകരും ഉടൻ താവളങ്ങൾ വിട്ട് ചുരമിറങ്ങി പോവുക. ഞങ്ങൾ 3 ദിവസത്തെ കാലാവധി തരുന്നു. മടങ്ങിപ്പോകുന്ന ആരെയും പഴശ്ശി സൈന്യം ആക്രമിക്കുകയില്ല. കാലാവധി കഴിഞ്ഞ ശേഷവും വയനാട്ടിൽ കാണുന്ന കമ്പനി പട്ടാളക്കാരോട് ഞങ്ങൾ യുദ്ധനിയമങ്ങൾ പാലിക്കുന്നതല്ല. വെട്ടിയെടുത്ത തലകൾ ദിവസവും കോട്ടവാതിൽക്കൽ എത്തിച്ചേരുന്നതാണ്. ഈ കുറിപ്പ് കോട്ടയിലെത്തിയ ദിവസം മുതൽ 3 ദിവസം അവധി തരുന്നു. കേരളവർമ്മ പഴശ്ശിരാജ ശ്രീകൃഷ്ണജയം ഒപ്പ്. 3 days. They allow 3 days to withdraw the army from Wayanad. Otherwise, they say they will kill all of the company's army in Wayanad. That is all. This is not a letter. It is a threat. A warning to the company. He's a dangerous man. Bandari? Sir. Translate the letter and send it to Governor Duncan immediately. Yes, sir. Let us await the orders from Bombay. കമ്പനിയുമായി ഒത്തുതീർപ്പിലാണോ എന്നാണ് ഞങ്ങളുടെയൊക്കെ ആവശ്യം. ഇനി എന്താന്ന് വെച്ചാ എല്ലാരും കൂടി ആലോചിച്ച് തീരുമാനിക്കുക. കുറുമ്പ്രനാടിനെ മാറ്റി തിരുവനന്തപുരത്ത് താമസിക്കുന്ന കിഴക്കേ കോകിലം ഉണ്ണിയുടെ ജ്യേഷ്ഠൻ തമ്പുരാനെ വരുത്തി ഭരണാധികാരം ഏൽപ്പിക്കുന്നു. പ്രധാന കാര്യം ഇതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ എതിരല്ല. ഭരണം ഇതാ എന്ന് പറഞ്ഞ് കയ്യിൽ വെച്ച് തന്നാലും ഞാൻ സ്വീകരിക്കില്ല. എന്റെ ജ്യേഷ്ഠനാണ് അതിന് അർഹത. അത്രമാത്രം മതിയോ? മുഖ്യന്മാർ എല്ലാവരുമായി ആലോചിക്കണം. മറ്റു വ്യവസ്ഥകളും അറിയണം. സന്ധിക്ക് അവർ വന്നതാണ്. നമ്മൾ അടിയറവ് പറഞ്ഞിട്ടില്ല. ഡങ്കൻ സാഹിബ് മാന്യത വിട്ടൊന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം. പേരിയും താമരശ്ശേരിയും മറ്റും നമ്മുടെ കയ്യിൽ. കൊട്ടിയറിയപ്പും ഭീഷണിയും ഒക്കെ ഉണ്ടായിട്ടും ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ വന്നു ചേരുന്നു. സന്ധ്യയാവാന്ന് സാഹിബിന് തോന്നിയത് അതുകൊണ്ടല്ലേ? യുദ്ധം അവസാനിച്ചാൽ എല്ലാവർക്കും നല്ലത്. കൊല്ലാനും ചാവാനും തയ്യാറായി അവർക്ക് ആളുകളുണ്ട്, നമുക്കും. പക്ഷേ ഇതിനിടയിൽ കഷ്ടപ്പെടുന്ന ഒരു കൂട്ടരുണ്ട്. അവരെ മറക്കരുത്. നാട്ടുകാർ. പടത്തലവന് പറയാനുള്ളതും പറയാം. പഴശ്ശിത്തമ്പുരാന്റെ മാനം കാക്കാൻ പൊരുതിയവരാണ് ഞങ്ങൾ. ഇനിയും പൊരുതും. സന്ധ്യ ആലോചിക്കുമ്പോ അത് മനസ്സിലുണ്ടായ മതി തമ്പുരാൻ.